നീ ഇനി ജീവിച്ചിരുന്നാൽ ശരിയാവത്തില്ല. ചതിയം മരുന്നും ഈ ഊരി വാഴണ്ട. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. കണ്ടോ ഒന്ന് കൊക്കരുത് ഞാൻ. എടാ, എന്നെ നോവിച്ചവരെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ. ബോംബുണ്ടാക്കുന്ന വിദ്യ ഈ ചൂരൻ ഇപ്പോഴും മറന്നിട്ടില്ല. ചെവിയെ നുള്ളിക്കോ നീ. നിന്നെയും ചിന്നുവിനും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ. എന്താ? റിലീസായി. എങ്ങനെ? ഞാൻ കുറ്റക്കാരിയല്ലാന്ന് തെളിഞ്ഞോ? അതൊന്നും അറിയത്തില്ല. കാണാതായ കുഞ്ഞിനെ കാട്ടിലെവിടെയോ കണ്ടെത്തിയെന്ന് വാർഡൻ ഫോണിൽ പറയുന്നത് കേട്ടു. കാട്ടിലോ? എവിടെ? അതൊന്നും എനിക്കറിയില്ല. വാർഡനോട് ചോദിച്ചാൽ മതി. ഇവിടുന്ന് ഇറങ്ങിയ നേരെ ASP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് വാർഡൻ പറയും. അങ്ങോട്ടേ അല്ലേ. പ്രസാദ് പോയിക്കോളൂ, ഞാൻ വിളിക്കാം. സർ. ഓക്കെ. ഇരിക്കു ചിന്നു. വേണ്ട സെലിന കുഞ്ഞെ, അർഹതയില്ലാത്ത ഓരോന്ന് ചെയ്തിട്ടാ ഞാൻ ഈ കുരുക്കിപ്പെട്ടത്. ഒരു കാലത്ത് നിന്നെ സല്യൂട്ട് ചെയ്തവളാ ഞാൻ. ദാ പേരെഴുതി ഒപ്പിട്. ഇനി എല്ലാ തിങ്കളാഴ്ചയും നീ വന്ന് ഒപ്പിടണം. കോടതി ഉത്തരവാ. എന്നുവെച്ചാ ബോബന്റെ കുഞ്ഞിനെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കും വരെ. അപ്പോഴേ നിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കൂ. എന്റെ കല്യാണം മുടങ്ങി 3-ാം തവണ ആരൊക്കെയോ ചേർന്ന് മുടക്കി. അതിന് കേസെടുക്കാൻ ഒരു കാട്ടുപെണ്ണിന് കഴിയത്തില്ലല്ലോ സെലീന കുഞ്ഞെ. ചിന്നു, നിന്റെ സങ്കടം എന്റെയും കൂടിയാ. അത് മറന്ന് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. അല്ല, നിനക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ? തന്നെത്താൻ കുറെ തീരുമാനങ്ങൾ എടുത്തു. അമ്മ ഉപേക്ഷിച്ചതാ. പോലീസിൽ ഏൽപ്പിച്ചാൽ അമ്മയെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കും. അപ്പോ അമ്മ അതിനെ കൊല്ലും. എന്തൊക്കെ ഭാവനകളായിരുന്നു. ഇപ്പൊ അനുഭവിച്ചല്ലോ. നീ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിന്റെ സങ്കടവും കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ചു. ദാ ഇപ്പോഴും തീർന്നിട്ടില്ല. തീരണമെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം. കിട്ടിയില്ലെങ്കിൽ കിട്ടണം. കരുമനല്ലേ കൊണ്ടു കൊടുത്തത്. പോലീസിന് സാധിക്കാത്തത് ഇനി നിനക്കും കരുമനും മാത്രമേ കഴിയൂ. ഞങ്ങൾ ഫോഴ്സും കൊണ്ട് ചെന്ന് അവിടെ വല്ല പ്രശ്നം ഉണ്ടായാ അവസാനം കാര്യങ്ങൾ പിടിച്ചാ കിട്ടാതാവും. അതുകൊണ്ട് തിരിച്ചു ചെന്ന ഉടനെ കരുമനെ ആ ചെമ്പകത്തിനടുത്തേക്ക് പറഞ്ഞു വിടണം. ഞാൻ പൊയ്ക്കോട്ടെ സെലീന കുഞ്ഞെ. നിക്ക്. അപ്പൻ എപ്പോഴും പറയാറുണ്ട്, ഒരു രാത്രിക്ക് ഒരു പകലുണ്ടെന്ന്. വിധി നമ്മളെയൊക്കെ എങ്ങോട്ടോ കൊണ്ടുപോവാ. എന്നാലും ഇരുട്ടിലൂടെ നടത്തുന്നതിന് ഒരു പരിധിയില്ലേ? ആശിച്ചൊരു ദാമ്പത്യം എനിക്ക് കിട്ടിയില്ല. നിനക്കെങ്കിലും അത് കിട്ടണം ചിന്നു. നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ. ആ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. എനിക്കൊരിക്കലും സാധിച്ചിട്ടില്ലാത്ത കാര്യം അത്. സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് മടിയാ. അല്ലെങ്കിൽ അറിയത്തില്ല. നീയും കരുമനും മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന എനിക്ക് കാണണം. ഓക്കെ. ഈ ഊരിലെ ചിന്നു കാരണം എന്തെല്ലാം കഷ്ടങ്ങൾ വന്ന് പെട്ട്. എപ്പോഴും പോലീസും പട്ടാളം കയറി ഇറങ്ങിയ തൊയ്ര്യം ഇല്ലാണ്ടായി മനുഷ്യർക്ക്. എന്നിട്ട് നീ എന്തിനാ കരിമ അവളുടെ പിറകെ നടക്കുന്ന? ചിന്നു തെറ്റുകാരിയല്ല ബാല. ഞാൻ ആ കൊച്ചിനെ കൊണ്ടുപോയി അക്കരെ കാട്ടിക്കൊടുത്തത്, അതും ചിന്നു അറിയണ്ട. പക്ഷേങ്കിൽ അവള് 2 ദിവസം കുഞ്ഞിനെ കുടിയിൽ വളർത്തിയത് നീ കണ്ടതെന്നല്ല. ആദിവാസി അല്ലാത്തൊരു കൊച്ചിനെ
മുമ്പും ഇതുപോലെ കൊണ്ടുവന്ന് വളർത്തിയതാ ചിന്നു. ഇതൊന്നും ഊരിന് ചേർന്നതല്ല. ഊര് വിലക്ക് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. അങ്ങനെ മൂപ്പൻ പറഞ്ഞേ. ആ ഊരുവിലൊക്കെ മൂപ്പനിങ് വരട്ടെ. ദാ വരണ്. ഞാനിനി നിന്നാ ശരിയാവില്ല. ചിന്നു, കേസ് തീർന്നോ? എന്താ, എങ്ങനെ നിന്നെ വിട്ടത്? കേസുണ്ട് ഇപ്പോഴും. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഞാൻ കുറ്റക്കാരിയല്ലെന്നും കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തപ്പോൾ റിമാൻഡ് ഒഴിവാക്കിയതാ. പക്ഷേ കേസില്ലാതാവണമെങ്കിൽ കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കണം. നീ അറിഞ്ഞോ, ഇതിനെല്ലാം കാരണക്കാരൻ ആ ചോരനാ. അവനാ സെലിന സാറിൻ്റെ അടുത്ത് എന്ന് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞത്. അവൻ തന്നെയാ ആ ടീന കൊച്ചിനെ ഇളക്കി വിട്ട് സമരം ജയിച്ചത്, നമ്മുടെ കല്യാണം മുടക്കാൻ. കൂടെ കൊണ്ടു നടന്ന് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തതിന് അവൻ തന്ന കൂലി കൊള്ളാം, നന്നായി. ഇല്ല, അവൻ ഈ കാട്ടിൽ സൂചിച്ച് ജീവിക്കുന്നില്ല. കൊല്ലും ഞാൻ അവനെ. വേണ്ട കരുമ, അവൻ തെറ്റുകാരനാണെങ്കിൽ അതിനുള്ള കൂലി മലങ്കാളി കൊടുത്തോളും. വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. ചിന്നു, എന്താ കരുമ? നമ്മുടെ കല്യാണം. കൊടുക്കയില്ല, ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. ഒരു കുഞ്ഞില്ലാണ്ട് എത്ര കാലം സങ്കടപ്പെട്ട് കഴിഞ്ഞതാ ഞാൻ. ചെമ്പകത്തിന് ആ കൊച്ചിനെ വളർത്താൻ വേണം, അത് പറ. വേണം, എനിക്ക് ആ കൊച്ചിനെ വേണം. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. പോലീസല്ല പട്ടാളം വന്നാലും നമ്മ കൊച്ചിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അതെങ്ങനെയാടാ കറമ്പ നടക്കുന്നത്? അന്ന് എല്ലാവരും കൂടി നെഞ്ചു വിരിച്ച് നിന്നില്ലേ ഞങ്ങളെ ആദ്യം കൊല്ലെന്നും പറഞ്ഞ്. പക്ഷെ കേസ് ഇപ്പൊ മൂത്ത് വന്നിരിക്കണ്. ഇനി നമ്മുടെ ഇപ്പിടി ഒന്നും നടക്കത്തില്ല. പോലീസ് തോക്കും കൊണ്ടുവന്ന് കൊച്ചിനെ അങ്ങ് പിടിച്ചോണ്ട് പോകും. എന്നാലേ നമ്മൾ അമ്പുമില്ലും എടുക്കും. അയ്യടാ, വിവരക്കേട് നിന്റെ കെട്ടികളെടുത്തെന്ന് പറ. തോക്കിന്റെ മുമ്പിൽ അവന്റെ അമ്പും വില്ലും. വേറൊരു വഴി എന്റെ മനസ്സിൽ തെളിയുന്നുണ്ട് മാമ. എന്താ മോളെ? കുഞ്ഞ് ചത്തുപോയിന്ന് പറയും. അയ്യോ, അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കുവോ? ചെത കത്തിച്ച് ചുട്ടെന്ന് പറയും. അപ്പൊ പിന്നെ മാന്തി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും മോളെ, അത് മതി. ചൊടലപ്പറമ്പില് നമ്മ ഒരു കുഴിമാടം ഉണ്ടാക്കി അതങ്ങ് കാണിച്ചു കൊടുക്കും. കുഴി മാന്തിയാല് മലങ്കാളി കോപിച്ച് കാട് മുടിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി അങ്ങ് നിൽക്കണം. എന്താ? അത് തന്നെ, കൊച്ചു ചത്തെന്ന് പറഞ്ഞാ മതി. ഊര് മുഴുവൻ ഇക്കാര്യം നമ്മളെല്ലാരോടും പറഞ്ഞുറപ്പിക്കണം. പോലീസ് വന്ന് ആരോട് ചോദിച്ചാലും കുഞ്ഞ് ചത്തുപോയെന്ന് തന്നെ എല്ലാരും പറയണം. അത് ഞാൻ ഏറ്റു. അപ്പൊ ശരി, അങ്ങനെ തന്നെ. പക്ഷെ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും മാറ്റണ്ടേ? അതെങ്ങനെ? അത് നേരെ അമ്മാവ. കുഞ്ഞിനെ അഗസ്ത്യമലയ്ക്ക് അപ്പുറം കിടത്തണം. ആരെങ്കിലും പോണം കുഞ്ഞിനെ എടുത്തോണ്ട്. അതിപ്പോ ആര് പോകും മോളെ? ഗാർഡുമാർക്ക് ഇവിടെയുള്ള എല്ലാരെയും അറിയാം. ഒരാളെ കാണാതായ ചോദ്യം വരില്ലേ? അതൊക്കെ എന്തേലും പറഞ്ഞു നിക്കാം. ആര് പോകുന്ന ഇപ്പൊ? മാമൻ പോവോ? അതിപ്പോ കുടിയില് കൊച്ചുങ്ങള് 4. ഞാൻ പോയാല് എല്ലാം പട്ടിണിയിലാവും. അതൊക്കെ ഞാൻ ആരെങ്കിലും കണ്ടുപിടിച്ചോളാം. അപ്പൊ എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ കൊച്ചി അത്തുപോയി. എല്ലാം എൻ്റെ കുറ്റമെന്ന് എല്ലാവരും പറയുന്നേ. ആലോചനയില്ലാണ്ട് ആ കുഞ്ഞിനെ അക്കരെ കാട്ടിക്കൊണ്ട് കൊടുത്തത് വലിയ തെറ്റ് തന്നെയാ. പക്ഷെങ്കിൽ അതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചിന്നു. ഇനിയിപ്പോ ഞാനും കരിമ്പനും കൂടി ഇവിടെ ഇരുന്ന് തെറ്റും ശരിയും ചകഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? ചെയ്തു പോയ തെറ്റിനെ തിരിച്ചെടുത്ത് ശരിയാക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം എന്താ ചിന്നു നിന്റെ പരിപാടി? പരിപാടി എനിക്കല്ല, കരിമ്പനാ.
പുലരുമ്പോ തന്നെ അക്കരക്കാട്ടിലേക്ക് ചെല്ലണം. ചെമ്പകത്തോട് കാര്യം പറഞ്ഞ് കുഞ്ഞിനെ മേടിച്ചോണ്ട് വരണം. കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കണം എത്രയും പെട്ടെന്ന്. ഇനിയിപ്പോ വല്ല ഉടക്കനായും പറഞ്ഞാലോ ചിന്നു? നിന്നെ കൈക്കരുത്തും ആണത്തും ഒക്കെ എങ്ങോട്ട് പോയി? അവളുടെ കരണക്കുറ്റിക്ക് 2 കൊടുത്ത് കൊച്ചിനെ എടുത്തോണ്ട് പോരാൻ നിനക്ക് അറിയത്തില്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പോവാം. അതൊക്കെ എനിക്കറിയാം. ഏതവനാ തടയാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതിനു മുമ്പ് ആ മുത്തിയമ്മ ഞാൻ കൊല്ലും. ചുമ്മാ ഇരുന്ന് എന്നെ പിരികേറ്റി കുഞ്ഞിനെ ചെമ്പകത്തിന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ മുത്തിയമ്മയാ. കരുമ, സത്യം. കല്യാണം തൊട്ടു മുന്നേ വന്ന് നിൽക്കുമ്പോൾ ആ കുഞ്ഞൊരു ശല്യമാവെന്ന് പറഞ്ഞ മുത്തിയമ്മയാ. ഓ, അത് കേട്ട ഉടനെ തന്നെ നീ അക്കരക്കാട്ടിലേക്ക് പോയി. നാണില്ലല്ലോ നിനക്ക്. മുത്തിയമ്മയെ കൊല്ലും പോലും. അത്രയ്ക്കുണ്ട് നിന്റെ വർത്തമാനവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. എന്നെ സുഖിപ്പിക്കാൻ ഒരു പറച്ചില് മുത്തിയെ കൊല്ലുവെന്ന്. എങ്കിൽ ചെല്ല്, കൊന്നിട്ട് വാ. എന്നിട്ട് മതി കഞ്ഞുകൂടി. ചിന്നു, ആ കുഞ്ഞിനെ ചെമ്പകത്തിന്റെ കൈ കൊണ്ട് കൊടുത്തത് ഞാനാ. അതിനെ തിരിച്ചു വാങ്ങാനും സെലിന സാറിനെ ഉണ്ണി കൊണ്ട് കൊടുക്കാനും എനിക്ക് പറ്റും. നാളെ ഞാനത് ചെയ്തിരിക്കും. നീ ഇപ്പൊ പറഞ്ഞല്ലോ മുത്തിയെ കൊന്നിട്ട് മതി കഞ്ഞൂടിയെന്ന്. അങ്ങനല്ല, കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് മതി ഇനി എനിക്ക് കഞ്ഞി. എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കൂ. കരിമ നിക്ക്. ഞാനെന്തോ പറഞ്ഞെന്ന് വെച്ച് നീ പട്ടിണി കിടക്കൊന്നും വേണ്ട. നമുക്കിനി ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് പറഞ്ഞു പോയതാ ഞാൻ. അതെ, ആ ജീവിതം എനിക്ക് വലുത്, കഞ്ഞിയല്ല. ഇന്ന് പട്ടിണി കിടന്നാ നാളെ എനിക്ക് വാശി കൂടും. ജയിച്ചു വരാൻ ആ വാശി എൻ്റെ കൂടെ വേണം. ചേട്ടത്തി, അന്നമ്മ ചേട്ടത്തി, ചേട്ടത്തിയേ. എന്നാ ആരാ നിങ്ങളൊക്കെ? അയ്യോ, ചേട്ടത്തി ഇങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ യൂണിയൻ നേതാവ് രാജപ്പൻ. ഇതാരാ? തമ്പി അണ്ണൻ, തുരുമ്പ് തമ്പി എന്നാ ചന്തയിൽ എല്ലാരും വിളിക്കുന്നേ. അല്ലേ അണ്ണ? ചേട്ടത്തി പഠിക്കണ്ട, നിങ്ങളെ സഹായിക്കാനാ ഞാൻ വന്നേ. മാത്യൂസിന്റെ കാര്യത്തിലാണോ? മാത്യു സച്ചേന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താ സഹായിക്കണ്ടേ? ഏയ്, ഒന്നുമില്ല. അല്ല, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി എന്നാത്തിനാന്ന് പറ. അതെ ചേട്ടത്തി, ഈ തമ്പിയുടെ കയ്യില് വലിയൊരു രഹസ്യം. കർത്താവേ, ഇനി ഇവന്മാരെ വീട്ടിനകത്ത് കയറ്റി താമസിപ്പിക്കേണ്ടി വരുമോ? വൈദ്യരെ കൊന്ന കാര്യം ഇവന്മാരെ അറിഞ്ഞോ? ചേട്ടത്തി ഇങ്ങനെ കുന്തം വിഴിഞ്ഞതിലോട്ട് നോക്കണ്ട. നിങ്ങളുടെ കാണാതായ കൊച്ചിന്റെ കാര്യമാ. പോലീസിൽ പരാതിയും കൊടുത്ത് കാത്തിരിക്കുമല്ലേ. പക്ഷേ പോലീസ് വിചാരിച്ചാലൊന്നും നിങ്ങൾക്ക് കൊച്ചിനെ കിട്ടത്തില്ല. നിങ്ങളിത് എന്നതൊക്കെ ഈ പറയുന്നേ? ഇവിടുത്തെ ബോവൻ സാറിന്റെ കൊച്ചിന്റെ കാര്യം തന്നെ. അല്ലെങ്കിൽ വേണ്ട, ചേട്ടത്തി സാറിനെ ഇങ്ങോട്ട് വിളിക്ക്. കൊച്ചിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം. ബോബൻ ഇവിടെ ഇല്ല, അവൻ ബോംബെ പോയിരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ചേട്ടത്തി, തമ്പിയെണ്ണം വിചാരിച്ച രാഖി രാമാനം ബോവന്റെ കൊച്ചുവിടും. കൊച്ചിനെ ആ റിച്ചി സാറിന് കൊടുക്കാൻ കൊണ്ടുപോയപ്പോ തമ്പിയെണ്ണ ബലമായി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ രാജപ്പനാ. അതേന്നെ, ഇവിടെ നിന്നാവുമ്പോ 5 ലക്ഷം രൂപ തികച്ചും തരുമെന്ന് ഈ രാജപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കൊച്ചിനെ വേണമെങ്കിൽ കാശ് തരാമെന്ന് വാക്ക് പറ. രാത്രി തന്നെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരും. ഓഹോ, അപ്പൊ കാശ് പിരിക്കാൻ ഇറങ്ങിയതല്ലേ? ഇറങ്ങിപ്പോ ഇവിടുന്ന്. കൊച്ചിനെ കാട്ടി പിരിക്കാൻ നടക്കുന്നു. ഇവിടെ ഇപ്പൊ വല്ലവന്റെയും കൊച്ചിനെ ആർക്കും വേണ്ട. എന്തുവാടാ, തുരുമ്പ് തമ്പി അപമാനിക്കാനാണോ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? അല്ല തമ്പിയണ്ണ, നമുക്ക് ബോവൻ സാർ വരുമ്പോ കാണാം. അണ്ണം വാ. അണ്ണാ തള്ളക്ക് പൊട്ടാണ. അണ്ണാ ബോവൻ സാർ വരുമ്പോ എല്ലാം ശരിയാവും. നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോരുന്നു. നുണയും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ടുവന്നു ആ തൊള്ളയുടെ വായിരുന്ന മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പറയട്ടെ, അമ്മച്ചിയോട് നിങ്ങൾ ഏതാണ്ടൊക്കെ രഹസ്യം പറയണത് കേട്ടല്ലോ. എന്നെ കാര്യമാ? അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ വീട് ഭരിക്കുന്നത് ഞാനാ. ഇവിടെ എന്നാ നടക്കണമെന്ന് എന്നാ നടക്കരുതെന്ന് ഞാൻ തീരുമാനിക്കും. എന്നോട് പറയാൻ മേലാത്ത കാര്യം ഈ വീട്ടിൽ പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്മാര് ചെല്ല്, ഇനി പഠിക്കകത്തോട്ട് കേറരുത്. അല്ല, അത് പിന്നെ കൊച്ചമ്മ. അതേടോ, ഞാൻ തന്നെ എവിടുത്തെ കൊച്ചമ്മ. എന്നതാ സംശയമുണ്ടോ? വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം സംശയം തീർക്കാൻ. അപ്പോ ബോബൻ സാറിന്റെ? അതെ. എങ്കിൽ കൊച്ചമ്മയോട് കാര്യം പറയാം. നിങ്ങളുടെ കാണാതായ കൊച്ചിനെ
കാട്ടിലുള്ള ആ ചെമ്പകം എവിടെയാ രഹസ്യമായി പറപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഉം. പോലീസ് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കത്തില്ല. പക്ഷേ ഈ തുരുമ്പ് തമ്പി മനസ്സ് വെച്ചാൽ കൊച്ചു നിങ്ങളുടെ കയ്യിലെത്തും. പക്ഷേ തൊട്ട് വേണം, തൊട്ട്. 5 ലക്ഷം. കാശൊക്കെ തരാം, പക്ഷേ എന്റെ ആവശ്യം വേറൊന്നാ. ആ കുഞ്ഞിനി ഒരിക്കലും ബോബന്റെ കയ്യിൽ വരാൻ പാടില്ല. ഈ വീട്ടിലും തട്ടിയേക്കട്ടെ. എന്ത് വേണേലും ചെയ്തു. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം തരാം. ഏറ്റവും അഡ്വാൻസ്. ഓ, കാശാട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ദാ, ഇത് വെച്ചോ, ബാക്കി പിന്നെ.